ശബരിമലയിലെ ആടിയ സിസ്റ്റം നെയ് ക്രമക്കേടിൽ 21 ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയതായി വിജിലൻസ്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. കേസിൽ 33 പ്രതികളാണുള്ളത്. 3 ടെമ്പിൾ സ്പെഷ്യൽ ഓഫീസർമാരും താൽക്കാലിക ശാന്തിക്കാരും പ്രതികളാണ്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ആടിയ സിസ്റ്റം നെയ്യുടെ വിൽപ്പനയിൽ വമ്പൻ ക്രമക്കേട് നടന്നിരിക്കുന്നു. ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയത് 21 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ്. ഇതിൽ ക്ഷേത്രത്തിലെ സ്ഥിരം ജീവനക്കാരുണ്ട്, താൽക്കാലിക ശാന്തിക്കാരുണ്ട്, താൽക്കാലിക ജീവനക്കാരുണ്ട്. അവരെയൊക്കെ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ വിജിലൻസ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ രേഷ്മ ബാബു. വിനോദ്, ശബരിമലയിലെ ആടിയ ശിഷ്ടം നെയ്യുടെ വിൽപ്പനയിൽ നേരത്തെ തന്നെ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് വിജിലൻസ് സംഘം അന്വേഷണം നടത്തിയത്. അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് ഇപ്പോൾ വിജിലൻസ് സംഘം ഹൈക്കോടതിയിൽ നേരിട്ടെത്തിയത്. അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ഹാജരാക്കിയിട്ടുള്ളത്, സമർപ്പിച്ചിട്ടുള്ളത്. ആ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ 21 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയിട്ടുള്ളത്. 33 പേരാണ് കേസിലെ പ്രതികൾ. ഈ 33 പ്രതികളിൽ 3 ടെമ്പിൾ സ്പെഷ്യൽ ഓഫീസർമാരുണ്ട്, മറ്റ് താൽക്കാലിക ശാന്തിക്കാരുണ്ട്. ഇവരൊക്കെ തന്നെയാണ് ഈ ക്രമക്കേട് നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ള ഒരു നിലപാടാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് വിജിലൻസ് സംഘം ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. 45 ദിവസം കൂടി അന്വേഷണത്തിന് കൂടുതൽ സമയം ഹൈക്കോടതി വിജിലൻസ് സംഘത്തിന് നൽകിയിട്ടുണ്ട്. ക്രമക്കേട് ഉണ്ടാകാതിരിക്കാൻ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നുള്ള നിർദ്ദേശം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. നേരത്തെ ഏകദേശം 13,000-ലധികം നെയ് പാക്കറ്റുകൾ വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിലും 13 ലക്ഷത്തിലധികം രൂപ പക്ഷേ ദേവസ്വത്തിന്റെ അക്കൗണ്ടിലേക്ക് വന്നില്ല. അങ്ങനെയാണ് വിശദമായിട്ടുള്ള വിജിലൻസിന്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഹൈക്കോടതി ഉത്തരവിട്ടത്. മുൻകൂറായിട്ട് അനുമതി തേടാതെ തന്നെ കേസെടുക്കണം, കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്നുള്ള നിലപാട് അന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ശാന്തിക്കാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നതാണ് ഈ പ്രതിപട്ടിക. ഇവർക്കെതിരെ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ള കാര്യവും വിജിലൻസ് സംഘം ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. 21 ലക്ഷം രൂപയാണ് പ്രാഥമികമായിട്ട് ക്രമക്കേടിലൂടെ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ആടിയ ശിഷ്ടം നെയ്യ് എന്ന് പറയുന്നത് അഭിഷേകം ചെയ്ത ശേഷം ബാക്കി വരുന്ന നെയ്യാണ്. ഈ നെയ്യ് വിൽപ്പന നടത്താറുണ്ട്. പക്ഷേ ഈ വിൽപ്പന നടത്തുന്നെങ്കിലും ഇതിന്റെ തുക, അതിന് വാങ്ങിക്കുന്ന പണമൊന്നും തന്നെ ദേവസ്വത്തിന്റെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല. ഇതിലുള്ള തിരിമറിയാണ് വിജിലൻസ് സംഘം കണ്ടെത്തിയത്. നേരത്തെ ദേവസ്വത്തിന്റെ ഓഡിറ്റിലടക്കം ഇതിന്റെ ചില വിശദാംശങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. അങ്ങനെ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വിജിലൻസ് മേധാവി അല്ലെങ്കിൽ സംസ്ഥാന വിജിലൻസ് വിഭാഗം ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നുള്ള ഇടക്കാല ഉത്തരവ് ജനുവരി 13-ാം തീയതി ഹൈക്കോടതി ഇറക്കിയത്. എന്തായാലും 45 ദിവസം സാവകാശം കൂടി ഹൈക്കോടതി വിജിലൻസ് സംഘത്തിന് നൽകിയിട്ടുണ്ട്. ഈ 45 ദിവസത്തിനുള്ളിൽ ഈ കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കാനായിട്ടും അവരെ കണ്ടെത്താനായിട്ടുമുള്ള നിർദ്ദേശം കൂടി ഹൈക്കോടതി വിജിലൻസ് സംഘത്തിന് നൽകിയിട്ടുണ്ട്. വിനോദ്, വ്യക്തമാണ്. ശബരിമലയിൽ ആടിയ സിസ്റ്റം നെയ് വിൽപ്പന നടത്തിയ കേസിൽ 21 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നതായി വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. ഇതിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി സമർപ്പിച്ചിട്ടുള്ളത്. റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു.